പാർട്ടി ചതിച്ചെന്നൊരു അഭിപ്രായമുണ്ടോ? പാർട്ടി ചതിച്ചതാണ്. കാരണം പാർട്ടിക്ക് പിന്നെ അവിടെയുള്ള വേറൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനോട് എതിർക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ താമസിക്കാത്ത ഒരാളെ, വേറൊരു മണ്ഡലത്തിലുള്ള വേറൊരു ഡിവിഷനിലുള്ള ആളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ടിയോട് എനിക്ക് വളരെയധികം പരിഭവമുണ്ട്. കാരണം എന്നെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ അടിപൊട്ടിയിട്ടുണ്ട്. കുരിയച്ചിറ കൗൺസിലറായിരുന്ന നിമ്മി റപ്പായി രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി തന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെന്ന് നിമ്മി പറയുന്നു. എന്താണ് ഈ രാജിയിലേക്കുള്ള കാരണം? 5 വർഷമായി ഞാൻ കുരിയച്ചിറ കൗൺസിലറാണ്. ഈ 5 വർഷം ഞാൻ കുരിയച്ചിറ കൗൺസിലറായിരുന്ന സമയത്ത് വളരെ നല്ല രീതിയിലാണ് ഞാൻ കുരിയച്ചിറ ഏരിയ കൊണ്ടു നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കുരിയച്ചിറ ഭാഗത്തിൻ്റെ 50%, ഒല്ലൂർ ഭാഗത്തിൻ്റെ 50% കൂടി ചേർന്ന എൻ്റെ സ്വന്തം വീടിരിക്കുന്ന ഡിവിഷനാണ് ഇപ്പോൾ ഒല്ലൂർ ഡിവിഷൻ. അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നറുക്കെടുപ്പിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും ഞാൻ മാത്രമേ അവിടെ ഒരു വനിതയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വനിതയായിട്ട് കോൺഗ്രസ്സിലുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തന്നെയായിരിക്കും ആ സീറ്റ് എന്ന രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ എൻ്റെ പേരിന് പകരം വേറൊരു മണ്ഡലത്തിലുള്ള ഒരു ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരാണ് ഞാൻ കണ്ടത്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഞാൻ 9 വർഷമായിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇന്നലെ വന്ന ഒരാളല്ല. ഇപ്പോൾ എനിക്ക് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനവും എനിക്ക് കോൺഗ്രസ്സിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവരെന്നെ പരിഗണിക്കാതെ വേറൊരാളെ ഡിവിഷനിലേക്ക് കൊണ്ടുവരുന്നത്. പാർട്ടി ചതിച്ചതാണ്. കാരണം പാർട്ടിക്ക് പിന്നെ അവിടെയുള്ള വേറൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനോട് എതിർക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ താമസിക്കാത്ത ഒരാളെ, വേറൊരു മണ്ഡലത്തിലുള്ള വേറൊരു ഡിവിഷനിലുള്ള ആളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ടിയോട് എനിക്ക് വളരെയധികം പരിഭവമുണ്ട്. കാരണം എന്നെ പരിഗണിക്കാതെ. ഓക്കെ, ഇത്തവണ ഇനിയിപ്പോൾ എങ്ങനെ മത്സരരംഗത്തുണ്ടോ? LDF ചേർന്ന് മത്സരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ NCP-S-ഉമായി സഹകരിച്ചുകൊണ്ട് ഒല്ലൂർ ഡിവിഷൻ തന്നെ, എൻ്റെ സ്വന്തം ഡിവിഷനിൽ തന്നെ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം 11 മണിക്ക് ഒല്ലൂരിലുള്ള ശ്രീഭവനത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഞാൻ ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്കും കാലെടുത്ത് വെച്ചിട്ടുള്ളത്. എന്നോട് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോരുത്തർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.